الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في أسمائه واحد في صفاته واحد في ذاته ليس كمثله شيء وهو السميع البصير اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وهو الذي جعل لكم الليل لباسا والنوم سباتا وجعل النهار نشورا اتقوا الله عباد الله. ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മുടെ കൽബറിയുന്ന, നമ്മുടെ മനസ്സറിയുന്ന, നമ്മോട് ഏറെ സ്നേഹവും കാരുണ്യവുമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവം വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് ഉറക്കം എന്നുള്ളത്. ആ ഉറക്കം നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി ലഭിച്ചിട്ടില്ല എങ്കിൽ ശാരീരികമായി കൊണ്ടുള്ള പ്രയാസങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മെ ഇങ്ങനെ പിന്തുടർന്നു കൊണ്ടിരിക്കും. അതൊരു വാസ്തവമാണ്. എന്നാൽ വിശ്വാസികളായ നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ആലോചിക്കേണ്ടതും നമ്മൾ ഗൗരവത്തോടുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുമായ ഒരു വിഷയം എന്നുള്ളത്, ഇതെന്റെ റബ്ബ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ ഒരു ദൃഷ്ടാന്തവുമാണ് എന്നുള്ള ബോധമാണ് വിശ്വാസികളെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കുണ്ടാകേണ്ടത്. അല്ലാഹു പറയുന്നു, വഹുവല്ലദീ ജഅല ലക്കുമുൽ ലൈല ലിബാസാ, അവനത്രേ നിങ്ങൾക്ക് വേണ്ടി രാത്രിയെ ഒരു വസ്ത്രമാക്കി തന്നവൻ, വന്നൗമ സുബാതാ, ഉറക്കത്തെ അവൻ നിങ്ങൾക്കൊരു വിശ്രമമാക്കി തരികയും ചെയ്തു,
വജഅല അൻ-നഹാറ നുശൂറാ, പകലിനെ അവൻ എഴുന്നേൽപ്പിന്റെ സമയമാക്കുകയും ചെയ്തിരിക്കുന്നു. വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ്, വിശ്രമമാണ് ഉറക്കം എന്നുള്ളത്. അത് നമ്മൾ ചിന്തിക്കണം. പരിശുദ്ധ ഖുർആൻ മറ്റൊരു ഭാഗത്ത് പറഞ്ഞില്ലേ, വജഅൽനാ നൗമകും സുബാതാ, നിങ്ങൾക്ക് ഉറക്കത്തെ നാം ഒരു വിശ്രമമാക്കി തന്നില്ലേ? അള്ളാന്റെ ചോദ്യമാണ്. അതുകൊണ്ട് ഈ ഉറക്കം നമ്മുടെ ജീവിതത്തിൽ കിട്ടുക എന്നുള്ളത് വലിയൊരു ഭാഗ്യവും മാത്രല്ല കേട്ടോ, അത് ചെറിയൊരു മരണം കൂടിയാണ്, അല്ലേ? നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോ യഥാർത്ഥത്തിൽ നമ്മളൊന്നും അറിയുന്നില്ല. വളരെ സുഖമായി നമ്മൾ ഉറങ്ങുമ്പോഴും ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹാനായ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന നമ്മൾ ചൊല്ലുമ്പോഴും പ്രിയപ്പെട്ടവരെ, നമ്മൾ അതിന്റെ ഗൗരവം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. നമ്മെ മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിച്ച അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചൊല്ലാറുണ്ടോ? നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കുക. നമ്മുടെ പൊന്നോമന മക്കളെ നാം ഈ വിഷയം പഠിപ്പിച്ചിട്ടുണ്ടോ? മോനെ, നീ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോ ഈ പ്രാർത്ഥന നീ ചൊല്ലണമെന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടോ? ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉറക്കവുമായി ബന്ധപ്പെട്ട് ഒരുപാട് മര്യാദകൾ പരിശുദ്ധ ദീൻ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, ഒരാൾ ഒറ്റക്ക് ഒരു വീട്ടിൽ താമസിക്കുന്നത്, അവിടെ രാപ്പാർക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം എന്താണ്? ഒറ്റക്കൊരു വ്യക്തി ഒരു സ്ഥലത്ത് രാപ്പാർത്തു കഴിഞ്ഞാൽ, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അക്രമം അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ, ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തെ തന്നെ അത് സാരമായി കൊണ്ട് ബാധിക്കുമെന്നുള്ളതാണ്. ഹദീസിന്റെ താളുകളിലൂടെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അനിൽ വഹ്ദതി അൻ യബീത റജുല വഹദ, ഒരു മനുഷ്യൻ ഒറ്റക്ക് ഒരു വീട്ടിൽ രാപ്പാർക്കുന്നതിനെ, താമസിക്കുന്നതിനെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുന്നു. അയ്യുസാഫിറ വഹ്ദഹു, അവൻ ഒറ്റക്ക് യാത്ര ചെയ്യുന്നതിനെയും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. അപ്പൊ ഒറ്റക്ക് രാപ്പാർക്കുക എന്നുള്ള ഒരു സിസ്റ്റത്തിലൂടെ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ നമ്മളത് ഒഴിവാക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രിയപ്പെട്ടവരെ, തടവില്ലാത്ത അഥവാ തുറസ്സായ ഒരു സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഉറങ്ങാൻ പാടില്ല. എത്രയോ ആളുകളുണ്ട് രാത്രിയൊക്കെ ടെറസിന്റെ മുകളിലൊക്കെ പോയിട്ട് കിടക്കും. എന്നിട്ട് പറയും, എനിക്ക് പേടിയൊന്നുമില്ല, എനിക്ക് അത്യാവശ്യം ധൈര്യമൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അവൻ അവിടെ രാപ്പാർക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോടുള്ള സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ ഭാഗമായിട്ട് അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ സുരക്ഷിതമായ ഒരു സ്ഥലത്താണ് നിങ്ങൾ ഉറങ്ങേണ്ടത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ച കാര്യമാണ് ഈ രൂപത്തിൽ തുറസായ സ്ഥലത്ത് കിടക്കുന്നത്. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യനാമ റജുലു അലാ സഫിഹിൻ ലൈസ ബിമഹ്ജൂരിൻ അലൈഹി, തടവില്ലാത്ത തുറസായ ഒരു സ്ഥലത്ത് ഇങ്ങനെ കിടന്നുറങ്ങുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുന്നു. മറ്റൊരു ഹദീസിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, മൻ ബാത അലാ വഹ്രി ബൈത്തിൽ ലൈസ ലഹു ഹിജാർ, ആരെങ്കിലും തടവില്ലാത്ത വീടിന് മുകളിൽ രാപ്പാർത്താൽ അവൻ അല്ലാഹുവിൽ നിന്നുള്ള കാവലിനെ തൊട്ട് ഇല്ലാതെയായി. കാരണം എന്താ? നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കത് ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് വല്ല ഇഴജന്തുക്കളോ അല്ലെങ്കിൽ നമ്മളെ ആക്രമിക്കാൻ ആരെങ്കിലും വന്ന എന്താ സംഭവിക്കുക? നമ്മുടെ ജീവൻ അത് ബാധിക്കും. അപ്പൊ ഈ രൂപത്തിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം
നമ്മൾ കൃത്യമായി കൊണ്ട് സ്വീകരിക്കുക. അതുപോലെ ജനങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വഴിയിൽ കിടന്നുറങ്ങാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതുപോലെ തന്നെ വയറ് നിലത്താക്കി കിമഴ്ന്നുകൊണ്ടുള്ള ഒരു കടത്തുണ്ട്, മൂക്ക് കുത്തിയിട്ട് ചില ആളുകളൊക്കെ. ആ രൂപത്തിലും കിടക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നത് ചെയ്യരുത്, ഇന്നത് കാണരുത്, അല്ലെങ്കിൽ ഇന്നത് പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാകേണ്ടുന്ന ചിന്ത എന്താണെന്നറിയോ? പഠിച്ചോനെ, എന്റെ ജീവിതത്തിൽ അത് ഉണ്ടെങ്കിൽ ഞാനത് ഒഴിവാക്കും. എന്റെ ജീവിതത്തിൽ ആ തെറ്റ് ഞാൻ നിലനിർത്തി പോരുന്നുണ്ടെങ്കിൽ ഞാനത് ഒഴിവാക്കും. അതല്ലാതെ എന്താ അങ്ങനെ കടന്നാൽ എന്താ പ്രശ്നം? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ? ഈ രൂപത്തിലുള്ള ചോദ്യങ്ങളും ചിന്തകളും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉറക്കം അത് അനിവാര്യമാണല്ലോ. ഉറക്കം അനിവാര്യമാണല്ലോ. അപ്പൊ നമ്മൾ ഡോക്ടറെ പോയി സമീപിക്കുകയാണ് രോഗിയായിട്ട്. അദ്ദേഹം നമ്മളോട് ചോദിക്കും, ഉറക്കൊക്കെ എങ്ങനെ കിട്ടാറുണ്ടോ എന്ന്. പ്രിയപ്പെട്ടവരെ, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയ ഒരു നിഅമത്ത്. എത്ര ആളുകളുണ്ടെന്ന് അറിയോ? വിശാലമായ വീടുണ്ട്, ശീതീകരിച്ച റൂമാണ്, AC ഉണ്ട്, ഫാൻ ഉണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട്. പക്ഷേ കണ്ണടയണമെങ്കിൽ മണിക്കൂറുകളോളം സമയം പിടിക്കും. ഒന്ന് മനസ്സമാധാനത്തോടു കൂടി ഉറങ്ങാൻ കഴിയാത്ത ആളുകൾ. ആ ഒരു സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉറക്കം എന്നുള്ള അനുഗ്രഹത്തെ നമുക്ക് തരുമ്പോ ഈ വിഷയങ്ങളെല്ലാം ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി പ്രിയപ്പെട്ടവരെ, ആ ഉറങ്ങാൻ കിടക്കുന്നതിന്റെ മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരുപാട് ആദാബുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ നമുക്ക് കാണുവാൻ കഴിയും. ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, ഭക്ഷണം കഴിക്കുമ്പോഴുള്ള മര്യാദകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ അഥവാ നമ്മുടെ കൈയും വായൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് കഴുകണം. ഇപ്പൊ ചില ആളുകളൊക്കെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, അയാളിപ്പോ ഇനി അവിടെ പോയാ അല്ലെങ്കിൽ കഴുകാൻ നിന്ന് കഴിഞ്ഞാൽ അയാളെ കഴിയൂല. എന്താ അയാൾ അങ്ങനെ കഴുകാനുള്ള കാരണം? അവൻ കൃത്യമായ ഹദീസിനെ അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മന്നാമ വഫീ യദിഹി ഖമറുൻ വലം യഅസിൽഹു ഫഅസാബഹു ശൈഅൻ. വല്ലവനും ഭക്ഷണം കഴിച്ച് അവന്റെ കയ്യിൽ വല്ല നെയ്യും അവന്റെ കയ്യിലുണ്ടായി, നെയ്യിന്റെ വല്ല അംശവും അവന്റെ കയ്യിലുണ്ടായി, അങ്ങനെ അവൻ കഴുകാതെ അവൻ കിടന്നുറങ്ങുകയും ചെയ്താൽ ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹു, അയാൾ തന്നെ ആക്ഷേപിച്ചു കൊള്ളട്ടെ എന്നാണ്. എന്താ അതിന്റെ അർത്ഥം? പ്രിയപ്പെട്ടവരെ, ആ കൈ നമ്മൾ കൃത്യമായി കൊണ്ട് കഴുകിയിട്ടില്ല എങ്കിൽ, അതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളും അതുപോലെ തന്നെ നെയ്യപരമായി കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ആ കയ്യിലുണ്ടെങ്കിൽ ഇഴജന്തുക്കളുടെ ആക്രമണം വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പ്രാണികൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന്റെ ഉത്തരവാദി ആരാണ്? അവൻ തന്നെയാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലേ? ഈ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടാമതായി നമ്മൾ ആഗ്രഹിക്കേണ്ടതും നമ്മൾ ചിന്തിക്കേണ്ടതും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം, ഉറങ്ങുന്നതിന്റെ മുമ്പ് വുളൂ എടുക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിലെ ഓരോ കർമ്മങ്ങളും ആസ്വദിച്ച് ചെയ്യാനുള്ളതാണ്. നമസ്കാരം അത് ആസ്വദിച്ചുകൊണ്ട് നിർവഹിക്കേണ്ടതാണ്. വുളൂ ചെയ്യുമ്പോ അതിനൊരു ആസ്വാദനമുണ്ട്. പരിശുദ്ധ ഖുർആൻ ഓതുമ്പോ അതിനൊരു ആസ്വാദനമുണ്ട്. അതിൻ്റെതായ രൂപത്തിൽ ചെയ്യുമ്പോ വിശ്വാസിയുടെ മനസ്സിൽ കിട്ടുന്ന ആ ഒരു സമാധാനം ചെറുതാണോ? അപ്പൊ നമ്മളിങ്ങനെ വുളൂ എടുക്കുമ്പോ വുളൂവിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ ആ വുളൂ കൊണ്ട് പ്രിയപ്പെട്ടവർ എന്ത് കാര്യം നമുക്കുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അതൈത മൽജഅക, നീ നിന്റെ കിടപ്പറയിലേക്ക് നീ ചെല്ലുമ്പോൾ നമസ്കാരത്തിന് വേണ്ടി നീ വുളൂ ചെയ്യുന്നത് പോലെ നീ വുളൂ എടുക്കണം. എത്ര വർഷം നമ്മൾ ഈ ദുനിയാവിൽ കിടന്നുറങ്ങി? പ്രിയപ്പെട്ടവർ, ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഈ ഒരു സുന്നത്തിന് നമ്മൾ പിൻപറ്റിലുണ്ടോ? ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് ആ കാര്യത്തിൽ നമ്മളൊരു ശ്രദ്ധ നമ്മൾ കാണിക്കണം.
കാരണം എന്താ അറിയോ, ആ വുളൂ എടുത്ത് ആ കിടപ്പറയിലേക്ക് പോകുമ്പോ അവൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ്. അള്ളാഹുവിന്റെ സംരക്ഷണത്തിൽ ആ മനുഷ്യനുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല മലക്കുകളുടെ പ്രാർത്ഥന ആ വ്യക്തിക്ക് കിട്ടുമെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള നന്മകൾ നമ്മളായിട്ട് തന്നെ ഇല്ലാതാക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. മലക്കുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അല്ലാഹുവേ, ഇന്ന വ്യക്തിക്ക് നീ അവന്റെ പാപങ്ങളൊക്കെ നീ പുറത്തു കൊടുക്കണമേ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുഖറബീങ്ങളായിട്ടുള്ള മാലാഖന്മാർ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ ഗഫിർ ലി അബ്ദിക ഫുലാൻ, അല്ലാഹുവേ ഇന്ന വ്യക്തിക്ക് നീ പുറത്തു കൊടുക്കണമേ. ഫഇന്നഹു ബാത ത്വാഹിറ, കാരണം അവൻ ശുദ്ധിയുള്ളവനായിട്ടാണ് രാത്രിയെ കഴിച്ചു കൂട്ടിയത് എന്നാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തില് തിന്മകൾ സംഭവിക്കുന്ന സമയങ്ങൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ചോ? ഏതൊക്കെ സന്ദർഭമാ? അതിലേറ്റവും ഒരു സന്ദർഭം എന്ന് പറയുന്നത് നമ്മൾ കിടന്നുറങ്ങാൻ നിൽക്കുന്ന സമയമായിരിക്കും. ഒരുപക്ഷെ രാവിലെ നമുക്ക് സുബഹി ജമാഅത്ത് കിട്ടി, ളുഹർ കിട്ടി, അസ്ർ കിട്ടി, ഖുർആൻ പഠന ക്ലാസ്സുകളും ദീനിയായ എല്ലാ സദസ്സുകളിലും നമ്മൾ പോയി. പക്ഷേ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മൾ ഉറങ്ങുന്നത് എങ്ങനെയാണ്? മറ്റുള്ളവരെ കുറിച്ച് അവന്റെ ന്യൂനതകളും അവന്റെ പോരായ്മകളും എല്ലാം പറഞ്ഞ് നമ്മുടെ നന്മകളെ ഇല്ലാതാക്കിയിട്ടാണ് പലപ്പോഴും നമ്മളൊക്കെ കടന്നുറങ്ങാറുള്ളത്. നമ്മൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഈ വുളൂ ചെയ്ത് ആത്മാർത്ഥമായി കൊണ്ട് കിടന്നുറങ്ങുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വേണ്ടി എന്ത് ചെയ്യും? പ്രാർത്ഥിക്കുമെന്നുള്ളതാണ്. അതുപോലെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മൾ ചെയ്യേണ്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഉറങ്ങാൻ കിടക്കുന്നതിന്റെ മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വീടിന്റെ വാതിൽ നമ്മൾ അടക്കണം. സാധാരണ നമ്മൾ അടക്കലുണ്ട് അല്ലേ? പക്ഷെ എങ്ങനെ അടക്കണം? ബിസ്മില്ലാഹ്, അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അടക്കണം എന്നാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, വഅഗ്ലിഖുൽ അബ്വാബ വദ്കുർ ഇസ്മല്ലാഹ്, അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കതകുകൾ നിങ്ങൾ അടച്ചു വെക്കണേ. ഫഇന്ന ശൈത്വാന ലാ യഫ്തഹു ബാബൻ മുഗ്ലഖാ, അങ്ങനെ ബിസ്മി ചൊല്ലി അടക്കപ്പെട്ട വാതിലിനെ തുറക്കാൻ പിശാചിന് ഒരിക്കലും സാധ്യമാവുകയില്ല, അവൻ ഒരിക്കലും കഴിയുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്ന് വീടുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തുന്ന രീതികൾ പ്രിയപ്പെട്ടവരെ സുലഭമാണ് അല്ലേ? പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ എന്തൊക്കെ വാർത്തകളാണ്! നമ്മുടെ മക്കളോടൊത്ത്, നമ്മുടെ ഭാര്യമാരോടൊത്ത്, നമ്മുടെ മാതാപിതാക്കളോടൊത്ത് സമാധാനപരമായി കൊണ്ട് ജീവിക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോ ആ ജീവിതത്തിൽ ഈ പ്രാർത്ഥനകളും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദാബുകളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എത്ര പരിതാപകരമാകുമെന്ന് ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കിടന്നുറങ്ങുന്നതിന്റെ മുമ്പേ നമ്മുടെ വീട്ടിലെ പാത്രങ്ങളെല്ലാം നമ്മൾ മൂടി വെക്കണം. ഗ്യാസും അതുപോലെ തന്നെ തീയുമെല്ലാം അണച്ചു വെക്കണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, കൃത്യമായി കൊണ്ട് നിങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലേ? വൈകുന്നേര സമയത്ത് നമുക്ക് ക്ഷീണം കൊണ്ടൊരു പക്ഷെ നമ്മൾ തിരക്കിലാകാം, ഉറങ്ങാനുള്ള, വിശ്രമിക്കുവാനുള്ള അവശത കൊണ്ട് നമ്മൾ കിടന്നുറങ്ങാൻ നിൽക്കുന്ന സന്ദർഭത്തിൽ ഒരു പക്ഷേ ഈ അദബുകൾ നമ്മൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. എത്രയെത്ര കുടുംബക്കാരാണ് തീപിടുത്തത്തിൽ വെന്തു മരിച്ചത്? ആരെങ്കിലും കൊന്നതാണോ? അല്ല, അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് വിശ്വാസികളെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ഖമ്മിറുൽ ആനിയ, നിങ്ങൾ നിങ്ങളുടെ പാത്രങ്ങളെ നിങ്ങൾ മൂടി വെക്കണം. ഭക്ഷണ പദാർത്ഥങ്ങളുള്ള പാത്രങ്ങളെ മൂടി വെക്കുക. വനജീഫുൽ അബ്വാബ്, നിങ്ങളുടെ വാതിലുകളെ നിങ്ങൾ പൂർണ്ണമായി കൊണ്ടും അടച്ചു വെക്കണം.
രാത്രി ഉറങ്ങാൻ നിൽക്കുന്ന സന്ദർഭത്തിൽ എല്ലാ വാതിലുകളും കൃത്യമായി അടഞ്ഞിട്ടില്ലേ എന്നുള്ള ബോധത്തോടുകൂടി, എല്ലാം സുരക്ഷിതമായ രൂപത്തിലല്ലേ എന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ ഉറങ്ങാൻ നിൽക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ വിളക്കുകളെ നിങ്ങൾ അണച്ചു വെക്കണം. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ വീടുകളിൽ ഇപ്പൊ ഗ്യാസ് ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മൾ. അപ്പൊ അതൊക്കെ ഓഫാക്കിയിട്ടില്ലേ, അതൊക്കെ കൃത്യമായ രീതിയിൽ തന്നെ അല്ലേ എന്നുള്ളത് ഒരു ബോധമായിക്കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കിടങ്ങാൻ പോകേണ്ടത്. അല്ലാതെ കിടന്നുറങ്ങാൻ പോയാൽ അപകടങ്ങൾ സംഭവിക്കും. അപകടങ്ങൾ സംഭവിച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്ക് നഷ്ടമാകും. നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് നഷ്ടമാകും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ ഗൗരവത്തിൽ ആ ഒരു ശ്രദ്ധ നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായി കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരിക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ മദീനയിൽ രാത്രി സമയത്തൊരു വീടിന് തീപിടിക്കലുണ്ടായി. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തി. ആ വീട്ടിലുള്ള ആളുകൾക്ക് പൊള്ളലേറ്റു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഇന്ന ഹാദിഹിൻ നാറു ഇന്നമാ ഹിയ അദുവ്വുൻ ലക്കും. തീർച്ചയായും ഈ തീ എന്നുള്ളത് നിങ്ങളുടെ ശത്രുവാകുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, തീ എന്നുള്ളത് നിങ്ങളുടെ ശത്രുവാകുന്നു. ഫഇദാ നിംതും ഫഅത്ഫിഊഹാ അൻകും. അതിനാൽ നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ആ തീയിനെ അണച്ചു വെക്കണേ. നോക്കൂ പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്, ഉറങ്ങാൻ കിടക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾ ആ തീയിനെ നിങ്ങൾ അണച്ചു വെക്കണേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, എല്ലാവിധ ഹറാമിന്റെ മേഖലകളിൽ നിന്നും ആ ഒരു സമയത്ത് നമ്മൾ മാറി നിൽക്കേണ്ടതുണ്ട്. നമ്മുടെ സംസാരം, നമ്മുടെ പ്രവർത്തനം, നമ്മുടെ കാഴ്ചകൾ എല്ലാം നമ്മൾ കൃത്യമായി കൊണ്ട് നിയന്ത്രിക്കേണ്ടതുണ്ട്. അശ്രദ്ധയാണ് പലപ്പോഴും നമ്മെ എന്ത് ചെയ്യുന്നത്, തെറ്റിലേക്ക് കൊണ്ടുപോകുന്നത്, അല്ലെ? തെറ്റിലേക്ക് കൊണ്ടുപോകുന്നത്. നിങ്ങൾ നോക്കിയേ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങാൻ കിടക്കുന്ന സന്ദർഭത്തിൽ പഠിപ്പിച്ച ഈ മര്യാദകൾ ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ അവൻ കൃത്യമായി കൊണ്ട് ചെയ്യുമ്പോൾ അവൻക്ക് കിട്ടുന്ന സമാധാനം എത്രയാണ്, അവൻ കിട്ടുന്ന ശാന്തത എത്രയാണ്. ഓരോ വിഷയങ്ങൾ, ഇത്രയേറെ നന്മയാർന്ന ഉപദേശങ്ങൾ നമുക്ക് നൽകുന്ന മറ്റാരുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ കൂട്ടത്തിൽ, അല്ലേ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ വിരിപ്പിനെ നിങ്ങൾ കുടയണം. വിരിപ്പ് കുടയണം. ഇദാ ജാ അഹദുകും ഫിറാശ. ആരെങ്കിലും അവന്റെ വിരിപ്പിടത്തിലേക്ക് അവൻ പോയാൽ അവൻ അവന്റെ വിരിപ്പിലെത്തി അതിന് 3 പ്രാവശ്യം അവൻ കുടഞ്ഞുകൊള്ളട്ടെ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരു പക്ഷേ നമ്മൾ അറിയാത്ത, നമ്മൾ കാണാത്ത എന്തെങ്കിലും ക്ഷുദ്രജീവികളോ എന്തെങ്കിലും പ്രാണികളോ അവിടെ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ ഒരു കുടച്ചിലോടുകൂടി അതിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിച്ചേക്കാം. നോക്കൂ നിങ്ങൾ. അതുപോലെ തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കിടക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ 2 കൈപ്പടങ്ങളും ചേർത്ത് വെച്ച് അതിലൂതിക്കൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് ഇവ ഓതിക്കൊണ്ട് ശരീരത്തിന്റെ സാധ്യമാകുന്ന സ്ഥലങ്ങളിലെല്ലാം അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തടവിയിരുന്നു. നമ്മൾ ആരെങ്കിലും ചെയ്യലുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇത് എങ്ങനെ നമ്മുടെയൊക്കെ ഉറങ്ങുന്ന സിസ്റ്റം? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ചാട്ടാണ് ബെഡ്ക്ക്. സാധാരണ നമ്മുടെ കുട്ടികളൊക്കെ നമ്മൾ ഉപദേശിക്കണം പ്രിയപ്പെട്ടവരെ, അല്ലേ? ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത രീതികളെയാണ്. അത് ഓതിക്കഴിഞ്ഞ് നമ്മൾ തടവിക്കഴിഞ്ഞാൽ ആയത്തുൽ കുർസി നമുക്ക് പാരായണം ചെയ്യാം. അതുപോലെ തന്നെ ആമന റസൂൽ നമുക്ക് പാരായണം ചെയ്യാം. അതുപോലെ തന്നെ സൂറത്തുൽ കാഫിറൂൻ നമുക്ക് പാരായണം ചെയ്യാം. അങ്ങനെ അള്ളാഹുവിന്റെ നല്ല ഒരു അടിമയായി ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥനയും ചൊല്ലി നമ്മൾ കിടന്നാൽ
നമ്മുടെ സംരക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും ചെയ്യാതെ, ഈ അദബുകളൊന്നും പാലിക്കാതെ ഒരു വ്യക്തി ഉറക്കത്തിൽ നിന്ന് മരണപ്പെട്ടാൽ അവന്റെ അവസ്ഥയും, ഇതൊക്കെ ചെയ്തുകൊണ്ട് ഒരു വ്യക്തി മരണപ്പെട്ടാൽ അവന്റെ അവസ്ഥയും പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന അധ്യാപനങ്ങൾ നാളെ പാരത്രിക ലോകത്ത് ഒരാളും നമ്മെ സഹായിക്കാനില്ലാത്ത ലോകത്ത്, താങ്ങും തണലുമായി ഒരാളും വരാത്ത ലോകത്ത് രക്ഷപ്പെടാനുള്ള കാര്യങ്ങളാണ് എന്നുള്ള ബോധത്തോടു കൂടി പ്രിയപ്പെട്ടവരെ നമ്മൾ നിർവഹിക്കുക. അതുപോലെ തന്നെ നമ്മൾ ജുമക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. പലപ്പോഴും നമ്മൾ ക്ഷീണിതരാകും, അല്ലെങ്കിൽ നമുക്ക് ഉറക്കക്കുറവൊക്കെ ഉണ്ടാകും. പക്ഷെ ജുമ നടക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? യാതൊരു കാരണവശാലും ഉറങ്ങാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ക്ഷീണമുണ്ടാകും, തളർച്ചയുണ്ടാകും. എന്നാലും നമ്മൾ എന്ത് ചെയ്യണം? ഒരു അരമണിക്കൂർ, ഒരു 3/4 മണിക്കൂർ അള്ളാന്റെ ദീന് കേൾക്കുന്ന കാര്യത്തിൽ ഒന്ന് സജീവത നമ്മൾ കാണിക്കണം. ചില ആളുകൾ ഉറങ്ങുന്നുണ്ടാവില്ല, അവർ കണ്ണ് താഴ്ത്തി ഇങ്ങനെ ഇരുന്ന് കേൾക്കുന്നുണ്ടാവും. പക്ഷേ ഖത്തീബ് എന്താ വിചാരിക്കുക? സ്വാഭാവികമായിട്ട് എന്താ വിചാരിക്കുക? നല്ല ഉറക്കാണെന്ന് കരുതും. പ്രിയപ്പെട്ടവരെ, അപ്പൊ എന്ത് ചെയ്യണം? വളരെ ഉഷാറായിക്കൊണ്ട് അതിനു വേണ്ടിയുള്ള ഒരുക്കത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഇരിക്കണം. ആ ഒരു കാര്യം, ഉറക്കവുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ പറഞ്ഞപ്പോ സൂചിപ്പിച്ചു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പുലർത്തി പാലിച്ച് കൃത്യമായി ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس أوصيكم وإياي ثانيا بتقوى الله. ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവ്വം വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, വാർത്താ മാധ്യമങ്ങളിലൂടെ ദൈനംദിനം ഓരോരോ മരണവാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത് നമ്മൾ മനസ്സിലാക്കിയതും കേട്ടതുമായ ഒരുപാട് വാഹനാപകടങ്ങളുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ, ഇത് മനസ്സിലാക്കുമ്പോൾ അവൻ ചിന്തിക്കേണ്ടതും ആലോചിക്കേണ്ടതുമായ ഒരു കാര്യം എന്നുള്ളത്, അല്ലാഹുവേ, ഇതുപോലെ ഒരു ദിനം എനിക്കും എൻ്റെ റബ്ബിങ്കിലേക്ക് മടങ്ങേണ്ടതുണ്ടല്ലോ. എപ്പോ, എങ്ങനെ, എവിടെ വെച്ച്? വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്. എവിടെ വെച്ച്, എങ്ങനെ, എപ്പോ മരിക്കുമെന്ന് പറയാൻ ഒരാൾക്കും സാധ്യമല്ല. നോക്കൂ നിങ്ങൾ, നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും ഒരു ഗ്യാരണ്ടി ഉണ്ട്, അല്ലേ? നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു പച്ചക്കറിക്ക് പോലും ഒരു പക്ഷെ കടക്കാരൻ നമ്മളോട് പറയും, 1 ദിവസവും 2 ദിവസവും ഇത് ഈട് നിൽക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അത് മേടിക്കുന്ന എത്രയോ ബുദ്ധിപരമായ വികാസങ്ങളുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആയുസ്സിന്റെ ദൈർഘ്യത്തെ പറയാൻ ആർക്ക് കഴിയും? പ്രിയപ്പെട്ടവരെ, ഒരാൾക്കും സാധ്യമല്ലല്ലോ. അതുകൊണ്ട് മരണം എന്നുള്ള വാസ്തവം അത് ഏത് സന്ദർഭത്തിലും വരാം. ഞാൻ പറഞ്ഞു വരുന്നത്, ഉറക്കത്തിലൂടെയും ഒരു പക്ഷെ മരണം സംഭവിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? നിരാശരാകരുത്. എനിക്കൊന്നും പടച്ചറപ്പ് തന്നില്ല, എനിക്ക് നല്ലൊരു വീട് തന്നില്ല, എനിക്ക് കിടന്നുറങ്ങാനൊന്നൊരു സ്ഥലമില്ല എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. ലോകത്തിന്റെ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങാൻ കിടക്കുന്ന സന്ദർഭങ്ങളിലൂടെ
ഉറങ്ങി എണീറ്റപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുതുകത്തതാ ഈന്തപ്പനയുടെ ആ ഒരു അടയാളം സഹാബത്ത് കാണുകയാണ്. നമ്മളൊക്കെ എങ്ങനെയാ കിടന്നുറങ്ങുന്നത് പ്രിയപ്പെട്ടവരെ? നമുക്ക് AC ഉണ്ട്, ഫാൻ ഉണ്ട് അല്ലേ? നമ്മുടെ ശരീരത്തിന് തണുപ്പും അതുപോലെ തന്നെ മറ്റുള്ള സുഖങ്ങളും നൽകുന്ന നൈർമല്യമായ മെത്തയുണ്ട്, വിരിപ്പുണ്ട്. എന്നാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് എണീറ്റപ്പോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുതുകത്ത് പാട് കണ്ടപ്പോ സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, അങ്ങക്ക് കിടന്നുറങ്ങാൻ ഞങ്ങളൊരു മൃദുലമായ ഒരു കടക്ക ഞങ്ങൾ സംഘടിപ്പിച്ചു തരട്ടെയോ? സ്വഹാബത്തിന് സഹിച്ചില്ല. സ്വന്തം ജീവനേക്കാൾ, സ്വന്തം മക്കളെക്കാൾ, സമ്പത്തിനേക്കാൾ അവർ സ്നേഹിക്കുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുതുകത്ത് ഈന്തപ്പനയുടെ ഒരു അടയാളം കണ്ടപ്പോൾ സഹോദരിമാരെ സ്വഹാബത്തിന് സഹിച്ചില്ല. അവർ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തു, മാലി വലി ദുനിയ, ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, അത്രയേറെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ഒക്കെ ജീവിതത്തിൽ കിടന്നുറങ്ങിയത്. എന്നിട്ടും നമുക്കിന്നും പരാതികള്, നമുക്കിന്നും പരിഭവങ്ങള് അല്ലേ? തീന്മേശയുടെ മുമ്പിൽ ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടും എന്റെ റബ്ബ് എനിക്കെന്തേ ഒന്നും തരാത്തത് എന്ന് ചിന്തിക്കുന്ന ഒരു നന്ദികെട്ട പ്രകൃതം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഞാൻ എപ്പോഴും സൂചിപ്പിക്കാറുള്ള വിഷയമാണ്, ദുനിയാവിന്റെ കാര്യത്തിൽ നമ്മൾ ആരും ടെൻഷൻ അടിക്കേണ്ട പ്രിയപ്പെട്ടവരെ. ദുനിയാവിന്റെ വിഷയത്തിൽ എത്ര പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും പ്രതിവിധികളുണ്ട്. അതിനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടുള്ള നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താനുള്ള മാർഗങ്ങൾ നമുക്കുണ്ട്. എന്നാൽ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ നമ്മെ സഹായിക്കാൻ ഒരു വ്യക്തിയുമില്ല. ഇന്ന് നമ്മൾ കടബാധ്യതനാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ സഹോദരൻ നമ്മെ സഹായിക്കാനുണ്ടാകാം, നമ്മുടെ കൂട്ടുകാരൻ സഹായിക്കാനുണ്ടാകാം. പക്ഷേ ഇന്ന് പ്രഭാതത്തിലെ സുബഹി ജമാഅത്ത് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാളെ പരലോകത്ത് ഒരു ഉമ്മയും നമ്മെ സഹായിക്കാനില്ല, ഒരു ഉപ്പയും നമ്മെ സഹായിക്കാനില്ല, ഒരു സഹോദരനും നമ്മെ സഹായിക്കാനില്ല. ഈ ഒരു ചിന്തയാണ് വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ടത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞ് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു പ്രകൃതമാണ് വിശ്വാസികളായ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ടത്. ഓരോ വെള്ളിയാഴ്ച ഓരോ ഖുതുബകളും പ്രിയപ്പെട്ടവരെ നമുക്ക് കിട്ടുന്ന ഓരോ ചാർജാണ്, നമുക്ക് കിട്ടുന്ന ഈമാനിന്റെ ഒരു ശക്തിയാണ് അല്ലേ? നമ്മൾ ആലോചിച്ചോക്കാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമല്ലേ ഇത്? പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ഇത് ലഭിക്കുന്ന സന്തോഷം എത്രയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ കേട്ട് പഠിച്ച് മനസ്സിലാക്കിയ വിഷയങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയ ഈ വെള്ളിയാഴ്ച ദിവസം എന്നുള്ള ഈ മഹത്തരമായ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ദിവസമാണ്. അതായത് നമ്മൾ വെള്ളിയാഴ്ച ദിവസം ഖതീബ് മിമ്പറിൽ കയറുന്നതിന്റെ മുമ്പേ നേരത്തെ നമ്മൾ പള്ളിയിൽ എത്തിപ്പെടാൻ നമ്മൾ ഓരോരുത്തരും നമ്മൾ ശ്രമിക്കണം അല്ലേ? നമുക്ക് കച്ചവടം ഉണ്ടാകും, അതുപോലെ തന്നെ നമ്മുടെ വ്യവഹാരങ്ങൾ ഉണ്ടാകും, മറ്റുള്ള എല്ലാ തിരക്കുകളും ഉണ്ടാകും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പരലോകത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ച് നേരത്തെ പള്ളിയിലേക്ക് എത്തുന്ന ഒരു സിസ്റ്റം നമുക്കുണ്ടാകണം. എത്തിയാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യമായിട്ട് നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത് ഒന്നാമത്തെ സ്വഫ് പൂർണ്ണമായി കഴിഞ്ഞ് അടുത്തത് അങ്ങനെ ആ ഒരു തർത്തീബോട് കൂടി കൊണ്ട് തന്നെ അത് കൊണ്ടുപോകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിഷയങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി കൊണ്ട് പാലിക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായി കൊണ്ടുള്ള എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നാളെ ഒരു